നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് SIP, എല്ലാവരും കേട്ടിട്ടുള്ള വാക്കായിരിക്കും. അടുത്തതായിട്ടുള്ളത് ലംസം. SIP എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, അതിൽ പറയുന്നത് പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. അത് മന്ത്ലി ആവാം, ഡെയിലി ആവാം, വീക്ക്ലി ആവാം, വേണമെന്നുണ്ടെങ്കിൽ ക്വാർട്ടേർലി ആവാം. അങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു ഇൻ്റർവെൽ സെലക്ട് ചെയ്തിട്ട് ആ ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് ഒരു തുക, നമ്മൾ നിശ്ചയിച്ച ഒരു തുക, നമുക്ക് 500 രൂപ മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 500 രൂപ മുതൽ ഒരു അപ്പർ ലിമിറ്റ് ഇല്ല, എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു നമ്മൾ നിശ്ചയിച്ച തുക നമ്മൾ നിശ്ചയിച്ച ഇൻ്റർവെല്ലിൽ നമ്മൾ നിശ്ചയിച്ച ഡേറ്റിന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് SIPയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു സാലറീഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 2-ാം തീയതിയാണ്, എല്ലാ മാസവും 2-ാം തീയതി ആകുമ്പോൾ നമുക്ക് സാലറി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം തീയതി സാലറി ഡേറ്റ് ആണ് എങ്കിൽ നമുക്ക് 3-ാം തീയതി SIP ഡേറ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും 2-ാം തീയതി വന്ന സാലറി 3-ാം തീയതി ആകുമ്പോൾ നമ്മുടെ SIP ഡേറ്റിന് ആ തുക, നമ്മൾ നിശ്ചയിച്ച ഒരു തുക ആ ഡേറ്റിന് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്കീമിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും ഇത് റിവ്യൂ ചെയ്യേണ്ട ഒരു ബേർഡൻ ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ നിശ്ചയിച്ച കാലാവധി വരെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് എടുത്തെടുത്ത് പൊക്കോളും. ഓക്കെ, പിന്നെ SIPയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതുപോലെ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു 30 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രൈസിസ് വന്ന് ജോലി ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ജോലി അന്വേഷിക്കുന്ന ഒരു പീരീഡാണ്. ആ സമയത്ത് എനിക്ക് SIP കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? SIP നമുക്ക് പോസ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പോസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഇപ്പോൾ ഒരു 3 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് SIPയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോവില്ല, നമ്മളുടെ SIP ക്ലോസ് ആവുകയില്ല. ആ 2 മാസം കഴിഞ്ഞ് നമ്മൾ പുതിയ ജോലിയിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ്ടും SIP സ്റ്റാർട്ടായിക്കോളും. അടുത്തതായിട്ടുള്ളൊരു മെത്തേഡാണ് ലംസം മെത്തേഡ് എന്ന് പറഞ്ഞത്. അത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. 1 ടൈം ആയിട്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്കൊരു ബോണസ് എമൗണ്ട് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില മാസങ്ങളിൽ ലാഭമായിരിക്കും, ചില മാസങ്ങളിൽ നഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാ മാസങ്ങളിലും അവർക്ക് കറക്റ്റായിട്ട് SIP ചിലപ്പോൾ ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല ചില ബിസിനസ്സുകാർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇപ്പോൾ ചില മാസങ്ങൾ സീസണായിട്ടുള്ള മാസങ്ങളുണ്ടാവും. ആ മാസങ്ങളിൽ 1 ടൈം ആയിട്ട് അവർക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.